Hey everyone, Jude and Sid back here. Good evening. So today we are at Al Mauj, Oman, one of the prettiest spots in Muscat. It's all about the marina views, cafes, and that perfect evening vibe. No plans, no scripts as usual, just us exploring and chatting our way through. Let's go. ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഈ ബോട്ടുകളൊക്കെ കിടക്കുന്ന സ്ഥലമാണ് ഫുള്ള് കാണുന്നത്. ലൈറ്റ് എല്ലാം കത്തി എന്തൊരു ഭംഗിയാന്നൊക്കെ കാണാനായിട്ട്. ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. ഇത് ശരിക്കും ഒരു ഹാർബർ പോയിന്റ് പോലെയാണ് തോന്നുന്നത് ആക്ച്വലി. പക്ഷേ ഇത് ഒരു ബോട്ടിംഗ് ഹൗസ് പോലത്തെ ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ തൊട്ട് പുറകെ കാണുന്ന കുറച്ച് ലൈറ്റ് ഉള്ളത് ഒരു കോഫി ഷോപ്പ് ബോട്ട് ആണ് അല്ലേ, ഒരു കോഫി ഷോപ്പും കൂടിയുള്ളൊരു ബോട്ടാണ്. അപ്പോൾ പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ആൾക്കാർ ഇത് യൂട്ടിലൈസ് ചെയ്യണത്. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ബോട്ട്സിൻ്റെ ബുക്കിംഗ് കൗണ്ടർ വരുന്നത്. അതിൽ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 1 hour 4 റിയാൽ 500 പൈസയാണ് വരുന്നത്. 1 hour 1.5 hour 1 hour പറഞ്ഞ പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇതും പ്രീ ബുക്കിംഗ് വേണം. പ്രീ ബുക്കിംഗ് ആണ്. അതായത് ഈവനിങ് 4:30 മുതൽ നൈറ്റ് 11 o'clock 1 o'clockനാണ് ഫിനിഷ് ആവുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട ബോട്ട്സാണ്. നമുക്ക് ഏത് ബോട്ട്സ് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാം. അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടേഴ്സ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് പോകുന്നത്. അതെ, അത് പ്രീ ബുക്ക്ഡ് ആണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോയിട്ട് അവൈലബിൾ ആയിരിക്കില്ല. നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം, ടിക്കറ്റ് എടുത്തിട്ട് വേണം. അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കൗണ്ടർ ഓപ്പൺ ആയിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് പ്രീ ബുക്ക്ഡ് ആണ് അത് പറഞ്ഞത്. അപ്പോൾ ഇത്തിരി ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ലൈറ്റിംഗ് ഒന്നും ഇല്ല. അപ്പോൾ അതാണ് ഇത്തിരി കുറച്ചിങ്ങനെ ഡാർക്കായിട്ട് കാണുന്നത്. പക്ഷേ ഇത് എൻട്രൻസിൻ്റെ അവിടെ ആയിട്ട് തന്നെയാണ് ഈ ഒരു വ്യൂ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ആണെങ്കിലും കുറച്ച് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നല്ല ലൈറ്റൊക്കെ ഉണ്ട്. അതെ, പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ആക്ച്വലി കുറേ ഒരു എന്താ പറയുക, സ്റ്റെല്ലർ വ്യൂ എന്നൊക്കെ പറയാം. ഒരു കുറേ വാട്ടർ ഫ്രണ്ടിൻ്റെ ഒരു 6 kilometers വാട്ടർ ഫ്രണ്ടാണ് ഇത്. അത് ആക്ച്വലി ഞാൻ പറയാൻ പോകുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ്. അതിൻ്റെ മുന്നിലായിട്ടാണ് ഈ കുറേ ഹോട്ടൽസാണ് ഇവിടെ ഉള്ളത്, കഫേസും കോഫി ഷോപ്സും ഒക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഫെർദർ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് ഒരു ബിഗ് സ്ക്രീനിൽ എന്താണ് ഒരു ആഡ്സ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ കുറേ ഇരിക്കാനുള്ള സ്പേസസ് ഉണ്ട്. ഒരു നല്ലൊരു ഈവനിങ് വൈബാണ് നമുക്ക് അവിടെ കിട്ടുക. ജോഷുവ ആ സൈഡിൽ പോയിരുന്നു കുറച്ചു നേരം കളിക്കുന്നുണ്ടായിരുന്നു. അതെ, അവൻ ഓട്ടവും ചാട്ടവും ആയിരുന്നല്ലോ ഫുൾ ടൈം. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കത്തിയടിച്ചു കുറേ ആൾക്കാരെ. പിന്നെ ഇവിടെ മെയിൻലി കുറേ ഫോറിനേഴ്സിനെയാണ് നമ്മൾ കാണുന്നത്. ജൂഡിൻ്റെ മോൻ അതെ 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 എന്തോ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് തോന്നുന്നു, വലിയ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ വൺ ഓഫ് ദ കോഫി ഷോപ്സ് അല്ലേ ഇത്, ഹൊക്ക എന്ന് പറഞ്ഞിട്ട് ടർക്കിയുടെ തോന്നുന്നു. അപ്പോൾ അവിടെ ചുമ്മാ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയി. പിന്നെ കുറച്ച് ലൈറ്റിംഗ് ഇഷ്യൂസ് കാരണം ക്ലിയർ ആയില്ല. നമ്മൾ എപ്പോഴും ലൈറ്റിനെ കോൺഫ്രണ്ട് ചെയ്ത് നിന്നാൽ മാത്രമല്ലേ നമ്മുടെ ഫേസിലേക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ തിരിഞ്ഞു നിന്നു. അത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കോഫി ഷോപ്പ് കാണാൻ പറ്റില്ല, പക്ഷേ ബാക്കിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് ഫുൾ അൽ മൗജ് ഒമാൻ ഏരിയയാണ്. ആ ഒരു ഇത് ആക്ച്വലി ഒരു ടൗൺഷിപ്പാണ്. ഇതിൻ്റെ കുറച്ച് ബിയോണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ വില്ലാസും അപ്പാർട്ട്മെൻറ്റ്സും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്പേസാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. അവിടെ ഈ വാട്ടർ ഫ്രണ്ടുമാണ്. പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും കോഫി ഷോപ്സും ഒക്കെ ഉള്ള ഒരു ഏരിയ. പിന്നെ കുറച്ചൊരു ഫൗണ്ടൻ ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് അവിടെ ഇന്ന് കാലൊക്കെ ഒന്ന് നനയ്ക്കാന്ന് വിചാരിച്ചു. പക്ഷേ അത് ഭയങ്കര മടിയായിരുന്നു. നനഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചുകൊണ്ട് നടക്കണ്ടേ അല്ലേ, നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ചുമ്മാ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. പിന്നെ ഈ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേസിൽ ഈ ഒരു 6-7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും പ്രോഗ്രാമുകൾ നടക്കും. ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ. അത് ഓരോരോ കമ്പനീസ് ഓരോ ഓർഗനൈസേഷൻ പ്രീ ബുക്കൊക്കെ ചെയ്തിട്ട് നടത്തുന്നതാണ്. നമ്മുടെ ഈ ഗാനമേളയൊക്കെ നടക്കണ പോലെ പണ്ടത്തെ പോലെ അങ്ങനെ വല്ല കമ്പനീസും ഒക്കെ ഇങ്ങനെ സ്പീക്കേഴ്സും അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു DJ എന്ന് പറയാനും പറ്റില്ല, ഒരു ഇവൻറ്റ്സ്, ഒരു സെലിബ്രേഷൻ, കമ്പനിയുടെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റും അതിൻ്റെ സെലിബ്രേഷൻ, കുറച്ചൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു നടക്കുന്ന ഒരു ഏരിയ. മിക്ക ദിവസങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. പക്ഷെ ഒരു 6-7 o'clock ഒക്കെ കഴിയുമ്പോഴാണ്, 7 o'clock കഴിയുമ്പോഴത്തേക്കും ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം എന്താണോ ലേറ്റ് ആയെന്ന് തോന്നുന്നു. മേ ബി ഇന്ന് ആരും ബുക്ക്ഡ് ആയിരിക്കില്ല, അതായിരിക്കാം.
അങ്ങനെ ഞങ്ങൾ ഫെർദർ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് നടന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഷോപ്പ് കണ്ടേ, ഞങ്ങളൊരു ഷോപ്പ് കണ്ട് അങ്ങോട്ടേക്ക് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ആ ഷോപ്പിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, അതായത് മാല അതെല്ലാം. പക്ഷേ അതിൽ ഭൂരിഭാഗവും സിൽവറാണ്, ഫുള്ള് സിൽവർ, അതായത് ഒമാനി സിൽവർ. പക്ഷേ നല്ല എക്സ്പെൻസീവ് ആണ്. അതായത് 10 റിയാല് 15 റിയാല്. ഈ കാണുന്ന ഈ ഫുള്ള് എന്താ പറയുന്ന റിങ്ങുകൾക്കെല്ലാം തന്നെ 10 റിയാല് 15 റിയാല് അങ്ങനെയുള്ള. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. അത് മാത്രമല്ല ആന്റീക് പീസസ് പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ, ഭയങ്കര ആന്റീക്ക് ആയിട്ടുള്ള. എന്തൊരു ഭംഗിയായിരുന്നു കാണാനല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഫോറിനേഴ്സാണ് എപ്പോഴും ഉള്ളത്. കുറേ ഫോറിനേഴ്സിനെയാണ് കാണുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവരിതൊക്കെ എന്തായാലും അവർക്ക് ഫാസിനേറ്റിംഗ് ആയി തോന്നിയിട്ട് അവർ വാങ്ങിക്കും. ഞങ്ങൾ ഓരോന്നും കമ്മലും ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു. എല്ലാതും ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്. അത് കൂടാണ്ട് പിന്നെ ആൻറ്റീക് പീസസ് പോലെ തോന്നി. കുറച്ച് നല്ല നല്ല ക്വാളിറ്റി സിൽവറും ഓക്സിഡൈസ് സിൽവറും ആയിരിക്കാം ചിലപ്പോൾ. ഒറിജിനൽ സിൽവറും ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒമാനി സിൽവർ എല്ലാം അല്ല, ചിലത് ഓക്സിഡൈസും ചിലത് ഒമാനി സിൽവറും ചിലത് സ്റ്റോണ്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബീഡ്സും ഒക്കെ ഉള്ളതുണ്ട്. എല്ലാം കൂടി ഒരു മിക്സ്ഡ് ആണ്. അപ്പോൾ അവരിങ്ങനെ എല്ലാം കൂട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ബാംഗിൾസും അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഒരു സെക്ഷൻ ഫുൾ ട്രഡീഷണൽ ആയിരുന്നു. ഇതല്ല നിങ്ങൾ നേരത്തെ കാണിച്ചത് ഫുൾ ആക്ച്വലി ട്രഡീഷണൽ ആയിരുന്നു അല്ലേ. അത് ഒരു ഹോസിനെയൊക്കെ കൊണ്ടു, അതായത് ജുവൽസ് അല്ലാണ്ടെയും കുറച്ചൊരു ക്യൂരിയോസ് ഷോ പീസസ് ഉള്ള ഒരു സെക്ഷനാണ് അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമുക്ക്. കാരണം മറ്റേ 2 സൈഡിലും ആക്ച്വലി ജുവൽസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ആൻറ്റീക് പീസസ് കണ്ടപ്പോൾ ക്യൂരിയോസ് കണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് മോതിരം ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. അതെല്ലാം സത്യം പറഞ്ഞാൽ റിങ്ങിന്റെ പ്രൈസ് എത്ര പറഞ്ഞ 15 റിയാൽ അല്ലേ? 15 റിയാൽ. ഇത് 10 റിയാൽസ് തന്നെ. 10 റിയാൽസ് ആണല്ലേ? അതെന്റെ ഡ്രസ്സിന്റെ കളർ തന്നെ. ജൂഡിന് എപ്പോഴും ഡ്രസ്സിന്റെ കളറുള്ള എന്തെങ്കിലും കിട്ടും, എപ്പോൾ എവിടെ പോയാലും കറക്റ്റ് മാച്ചിങ് ആയിട്ട്. പിന്നെ അവിടെ ആ ഷോപ്പിൽ കുറെ നേരമായിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ ഷോപ്പിൽ. ഞങ്ങൾ വിചാരിച്ചത് ഡിസ്പ്ലേക്ക് വെച്ച സെയിൽസിനല്ലേന്ന്. പിന്നെ കണ്ടു പതുക്കെ ആടിപ്പാടി ഇങ്ങേര് വരുന്നു. ഇതാണ് ഷോപ്പിന്റെ ഓണർ. ഞങ്ങളിങ്ങനെ യൂട്യൂബേഴ്സ് ആണ് നിങ്ങൾ എടുക്കുകയാണ് പറഞ്ഞപ്പോൾ പുള്ളി ഹൈലി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഈ മാല ജൂഡിനോട് ഇട്ട് നോക്കാൻ പറഞ്ഞു. ഇട്ട് കഴിഞ്ഞപ്പോ അങ്ങേര് പറഞ്ഞു മാഷാ അല്ലാ മാഷാ അല്ലാ. ബ്യൂട്ടിഫുൾ ആയിട്ടില്ല, എന്ത് രസം നോക്കാം. ഡ്രസ്സിന് തന്നെ നല്ല മാച്ച് ആയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ചൂട് കൂടി ഇട്ടപ്പോ അതിന് ഒന്നും കൂടി ഭംഗി കൂടി. അങ്ങനെ ഞങ്ങള് കുറച്ചും കൂടി ആള് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. എത്രയാണ് എമൗണ്ട്, ഓരോന്നിന്റെ റേറ്റ്സ് ഒക്കെ എത്രയാന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഓരോന്നിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നും പറഞ്ഞു തന്നു. ലൈക്ക് എല്ലാം തന്നെ 10 റിയാലിന് മേളിലാണ് എല്ലാ സാധനങ്ങൾക്കും. അതെ, മിനിമം 10 റിയാലാണ്. 10 റിയാലാണ്. പിന്നെ ഓരോന്നും റിങ്ങും ഇപ്പൊ അത് അതിനനുസരിച്ച് ഡിഫറെന്റ് ജ്വൽസിനനുസരിച്ച് വാങ്ങിക്കാൻ വരുമെന്നേ ഇത് ഫുള്ള് സാധനങ്ങൾ. അതെ അല്ലേ, അതെ ഡെഫിനറ്റ്ലി അല്ലേ. ഒരു നമ്മൾ കണ്ടില്ലേ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഫോറിനർ ലേഡി ഇങ്ങനെ നടക്കണുണ്ടായിരുന്നു, നോക്കണുണ്ടായിരുന്നല്ലോ. ആളെ കാണാത്തതുകൊണ്ടാണ് അവിടെ ആളുണ്ടായിരുന്ന വാങ്ങിച്ചേനെ. അൽ അമീൻ എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. അപ്പോൾ ഇതും അതിനകത്തുള്ള ഒരു മീൻസ് നമ്മൾ വേറെ ഇങ്ങനത്തെ ഷോപ്സ് ഒന്നും അവിടെ കണ്ടില്ല. കാരണം അവിടെ ഹോട്ടൽസും കഫേസും ഒക്കെ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം വാങ്ങുക എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിനെ കണ്ടുള്ളൂ അല്ലേ. പിന്നെ ഐസ്ക്രീം ഐസി പോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ചെറിയ ഇത് കണ്ടു എന്നല്ലാണ്ട് നമ്മൾ വേറെ അതിനകത്ത് വേറെ അങ്ങനത്തെ ഷോപ്പും കാര്യങ്ങളുമാണ് ഫുൾ അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് ഇങ്ങനെ നടന്നു. വാട്ടർ ഫ്രണ്ട് സൈഡിൽ ആണ് കാണുന്നത്. അതിൽ ഫുള്ള് ഫിഷാണ് ആ സൈഡില്. എന്ത് ഫിഷായിരുന്നു അത്? ഫിഷ് വെട്ടിത്തിളക്കുന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് അവിടെ ഫിഷ് വെട്ടിത്തിളക്കുന്നത്. അതെ, എന്ത് ഫിഷായിരുന്നു ആക്ച്വലി? അതിന് പേര് നാട്ടിലെന്താ കടബയാലെന്ന് അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു, പറയുന്നതെന്ന് തോന്നുന്നു അതിന്. ഓ ശരി, അതും ഒരു നല്ലൊരു ആഴ്ചയായിരുന്നു അല്ലേ ആക്ച്വലി. അപ്പോഴേക്കും പിള്ളേരെ അവിടെ ഇവനൊരു രക്ഷയില്ല, ഓടിക്കളി ചാടിക്കളി അല്ലേ. എനിക്ക് കാണുമ്പോൾ പേടിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ അവൻ ഓടി 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 വീഴല്ലാണ് പണി. വീണത് അതേപോലെ എണീക്കും. അങ്ങനെ ഞങ്ങൾ പിന്നെയും അത് നടന്ന് നോക്കുമായിരുന്നു ഓരോന്നിങ്ങനെ. കുറച്ച് ദൂരം ഇങ്ങനെ കുറച്ച് അപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നേ. അവിടുന്ന് ഫുൾ ബ്ലൂ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അത് നല്ലൊരു രസമായിരുന്നു, വ്യൂ ആയിരുന്നു കാണാൻ. ഫുൾ ലൈറ്റിംഗ് ആണ് ഇവിടുത്തെ ഒമാൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. രാത്രി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ലൈഫാണ് നൈറ്റ് വ്യൂ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലൂ ലൈറ്റ്സ് ഉള്ള ഫ്ലാറ്റ്സ്. അത് നല്ല ദൂരെ നിന്ന് എന്തൊരു വ്യൂ ആയിരുന്നു. അതിന്റെ റിഫ്ലക്ഷൻ കണ്ടോ വെള്ളത്തിലേക്ക് അടിക്കുന്നത്, എന്തൊരു ഭംഗിയാണ്. അപ്പൊ അത് തന്നെ നമുക്ക്, അതാ ഞാൻ പറഞ്ഞത്, എടുത്തെടുത്ത് പറയാനല്ലേ നല്ലൊരു ഈവനിങ് വൈബിന് പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണിത്. അധികം നേരം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ബോട്ടൊക്കെ എടുത്ത് പോവുകയാണെങ്കിലാണ് 1 hour അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരിക. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ചില്ല് ചെയ്യാം അവിടെ ഇങ്ങനെ എന്നിട്ട്.
ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ കുറെ ആൾക്കാരെ വൈകുന്നേരങ്ങളിൽ ഇപ്പൊ ആണെങ്കിൽ കുറെ വായി ഭയങ്കര നോക്കാം. സുഖമല്ലേ? അതെ അതെ അതെ. ഇപ്പൊ വൈകുന്നേരങ്ങളിൽ പോയിരിക്കാനും ഭയങ്കര രസമല്ലേ, ഭയങ്കര സുഖമല്ലേ, അത്രയും അധികം ചൂടില്ലല്ലോ. ചൂടും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമല്ലേ. തണുപ്പ് തുടങ്ങിയല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ പിള്ളേരൊക്കെ എവിടെ അവരിങ്ങനെ ഓടിക്കളിയാണല്ലോ. അത് കഴിഞ്ഞ് അവരെ പിടിച്ച് വലിച്ച് തിരിച്ച് കൊണ്ടുപോകാൻ നോക്കുമായിരുന്നു. കാരണം ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകും, അങ്ങോട്ടോടും പിന്നെ ഇങ്ങോട്ട് വരും. അതെ അതെ. ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തായിരുന്നു, മോളിക്കൂടെ ചാടി കയറി, മോളിക്കൂടെ ചാടി കയറി, ഇതാ പോകുന്നു, ഇതാണ്ടിപ്പൊ ചാടി, പിന്നെയും പോകുന്നു, പിന്നെയും ചാടും. അങ്ങനെയൊക്കെ ആയിട്ട് അവൻ ചാടുന്ന കണ്ടുതന്നെ എനിക്ക് പേടിയാവുമായിരുന്നു. അതും അവിടെ ഇത്തിരി സ്ലിപ്പറിയും കൂടി ആവും ചിലപ്പോഴേ നമുക്ക് അത്ര ഒരു ഇത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും ഹാഫ് മൈൻഡ് അവരുടെ മേലെയായിരുന്നു, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കണമല്ലോ ഇടയിൽ കൂടെ. അങ്ങനെ ഞങ്ങൾ പിന്നെയും നടന്നു ഇവരെയൊക്കെ വിളിച്ച് തിരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ എക്സിറ്റ് ചെയ്യണതിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഇരുന്ന് നിങ്ങളെ ഒന്നും കൂടി ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ക്വിക്കായിട്ടൊന്ന് എടുത്തത്. അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു.